ഗായ്സ്, അപ്പോൾ കുറേ നാളായിട്ടൊക്കെ വ്ലോഗൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ ആക്ച്വലി ഇന്ന് സാറ്റർഡേ ആണ്, നാളെ സൺഡേ നമുക്ക് അച്ഛൻ്റെ കാവിലൊരു പൂജയുണ്ട്. അപ്പോൾ പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടായി റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരണം. പിന്നെ എൻ്റെ വ്ലോഗിൽ എല്ലാത്തിലും അപ്പോ വരുന്നത് നിറയെ വരും, പക്ഷെ അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടുത്തെ അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വ്ലോഗ് കണ്ടാൽ 100 അപ്പോ കേൾക്കണം എന്ന് പറയും. എന്തായാലും പിന്നെ നാളെ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പൂജ. പിന്നെ നാളെ എൻ്റെ ബർത്ത്ഡേ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങളെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടങ്ങിയാലോ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു കുട്ടി ഷോപ്പിങ്, പിന്നെ പൂജയുടെ സാധനങ്ങൾ മേടിക്കാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കീ ചെയിനിലിട്ടിരിക്കുന്നത് ഞാൻ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് അത് കീ ചെയിനിലെടുത്ത് ഇട്ടേക്കുന്നത്. അത് ഓടിയൊക്കെ ചെയ്യും. സ്ട്രേഞ്ചർ തിങ്സിലെ പോലെ നമ്മുടെ ഇവിടെ വയറ് കിടക്കുന്നത്. ഇതാണ് കുരങ്ങന്മാരുടെ ഊഞ്ഞാല്. ഇങ്ങോട്ട് എല്ലാ വീട്ടിലോട്ടുള്ള എല്ലാ വയറിലും ഊഞ്ഞാലാട്ടം, ഒരു വയറിനെ വിടത്തില്ല. അപ്പോൾ നമ്മുടെ പ്ലാൻ പടി നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്, ചേച്ചി ഇപ്പോൾ ജോലി ചെയ്യുന്നൊരു കടയുണ്ട് കേട്ടോ, പിങ്സ് എന്ന് പറഞ്ഞൊരു ഫാൻസി ഷോപ്പാണ്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുക, അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. എനിക്ക് എൻ്റെ ബർത്ത്ഡേസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നാണ് കേട്ടോ, പണ്ട് തൊട്ടേ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ ബർത്ത്ഡേ ഇഷ്ടമുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ആവണം. അപ്പോൾ ചിലവർക്കൊക്കെ എനിക്കറിയാം, അല്ലെങ്കിൽ ബർത്ത്ഡേ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കല്യാണം കഴിച്ച് വരുമ്പോഴത്തേക്കാണെങ്കിൽ ചേട്ടായൊന്നും ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറേ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടി ഇപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഒരു ശീലമായിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിയിൽ കളേഴ്സിൽ നിർത്തിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്ലാനിലേ ഇല്ലായിരുന്നു. ചേട്ടായി നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ ബർത്ത്ഡേ ആയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാനൊരു 3 പലാസോ പാൻറ്റ് എടുത്തു കേട്ടോ. ബ്ലാക്ക്, വൈറ്റ് ആൻഡ് നേവി ഗ്രീൻ ഒക്കെ എടുത്ത്. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് ഇനി ഫാൻസി ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. മമ്മി എനിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചേച്ചി ഇപ്പോൾ ജോലി ചെയ്യുന്ന കടയാണ്, പിങ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഒരു ഫാൻസി കടയാണ്, ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അമ്മയ്ക്കത് കാണണമെന്ന് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അമ്മയും കൂട്ടിയിട്ട് വന്നത്. അപ്പോൾ നിറയെ നമ്മുടെ മീസോ പോലെയൊക്കെയാണ് കേട്ടോ. പക്ഷേ മീസോയുടെ ഇത്രയും നല്ല ഭയങ്കര കാശൊന്നുമില്ല കേട്ടോ, നല്ല അഫോർഡബിളാണ്. അടിപൊളിയായിട്ട് കുറേ പേഴ്സ്, സ്ലിങ്സ്, അതേപോലെ കമ്മലിൻ്റെ പൊന്നോ ഇഷ്ടം പോലും ഉണ്ട് കേട്ടോ. ഞാൻ ഈ കമ്മൽ സെക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നൊരു ടൈപ്പാണ്. അതേപോലെ ഈ മറ്റേ ബണ്ണുകളൊക്കെ നമ്മുടെ ഹെയർ ബാൻഡ്സൊക്കെ എന്തൊരു ഭംഗിയുള്ളതായിരുന്നെന്നറിയോ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വട്ടം കൂടെ പോയാൽ ഞാൻ കുറച്ചുകൂടെ പർച്ചേസ് ചെയ്യും. ഇതെനിക്ക് ഷൂട്ട് ചെയ്യണമായിരുന്നു, പിന്നെ ബർത്ത്ഡേയുടെ ഓവർ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു എനിക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ബണ്ണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ഈ മുടി ഇപ്പോൾ കുഞ്ഞായിട്ട് മുറിച്ചതിന് ശേഷം ഇങ്ങനെ ഒരിടത്ത് ഉറച്ചിരിക്കത്തില്ല. അപ്പോൾ ഞാനൊരു 3 ബണ്ണ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന്, നല്ല വെൽവെറ്റിൻ്റെ സ്മൂത്തായിട്ടുള്ള, അതിനകത്ത് മണിയുള്ളതൊന്നും എടുത്താൽ പിന്നെ മുടി കുരുങ്ങും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും എടുത്തുള്ള സ്മൂത്തായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇന്നത് മേടിക്കണമെന്ന് സത്യത്തിൽ ഒരു പ്ലാനും ഇല്ല കേട്ടോ. ഒരു ഡയറി മേടിക്കണമെന്നാണ് എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറിയൊന്നും കിട്ടിയില്ല. പിന്നെ ഈ കമ്മൽ, എനിക്കൊരു 4 കമ്മൽ കിട്ടിയിട്ട് ഇഷ്ടംപോലെ കമ്മലുണ്ട്. ഈ സ്റ്റഡ് ടൈപ്പ് ഓഫ് കമ്മലാണ് അവിടെ ഇച്ചിരി കൂടെ കുറച്ചുകൂടെ കാണാം, പക്ഷേ എൻ്റെ മുഖത്തിന് സ്റ്റഡ് ചേരത്തില്ല. അപ്പോൾ ഈ സ്റ്റഡൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ, എൻ്റെ ജനനിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ജനനി, കിങ്ങിണി, അവരൊക്കെ ഈ സ്റ്റഡിൻ്റെ ആൾക്കാരാണ് കേട്ടോ, അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ബിന്ദു ആൻറ്റി, അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ സ്റ്റഡ് ടൈപ്പ് ഓഫ് ഉണ്ട് കേട്ടോ. ജനനിയാണെങ്കിൽ സ്റ്റഡേ എടുത്തുള്ളൂ. പണ്ടൊക്കെ ഈ കമ്മൽ എനിക്ക് ഭയങ്കര ക്രേസ് ആണല്ലോ, പക്ഷെ അവളാണെങ്കിൽ കുഞ്ഞു സ്റ്റഡ് പോലത്തെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നല്ല വെറൈറ്റി കുറേ ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ കണ്ടു കേട്ടോ. പെന്നിൻ്റെ തന്നെ, ഡയറിയുടെ തന്നെ, അതേപോലെ തന്നെ വാച്ചിൻ്റെ കൂടെ തന്നെ ബാൻഡ്, മോതിരം, അങ്ങനെയൊക്കെ ഒരു സെറ്റായിട്ട് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു കടയിൽ കൊണ്ട് കയറിയാൽ പിന്നെ കീർന്ന് അതോടെ ആ കാടിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, കാന്തം വരെ അടിച്ചു പോകും.
അമ്മാതിരി. പിന്നെ ഇതാണെങ്കിൽ നല്ല ക്യൂട്ട് സാധനങ്ങളാണ്. ഇതൊക്കെ റൂമിൽ വെക്കുന്ന നമ്മുടെ ഈ നൈറ്റ് ലാമ്പുകളില്ലേ, അതിന് വേറെ ഉപയോഗിക്കുന്നത്. ഇത് അടിച്ചാൽ ലൈറ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഓടി വന്നിട്ട് ലൈറ്റ് അടിച്ച് നോക്കും, പക്ഷെ ഒരു വിധത്തിൽ വരുന്നില്ല. പക്ഷേ ആക്ച്വലി അതിൻ്റെ ചാർജ് ഇല്ലാത്തതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ബ്ലൂ ലൈറ്റ്, അങ്ങനെ പല പല കളർ ലൈറ്റൊക്കെ ഇങ്ങനെ നമ്മൾ അടിക്കുമ്പോൾ വേറെ വേറെ കളർ വരും കേട്ടോ. അങ്ങനത്തെ ഭയങ്കര ക്യൂട്ട് സാധനങ്ങൾ അവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഐറ്റം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മാർത്താണ്ഡത്തോട്ട് പോകുന്നതിന് മുമ്പ് ചിത്ര ഹോട്ടൽ വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് KFC കഴിഞ്ഞിട്ടാണ് ഈ കട. പിങ്സ് എന്നാണ് പേര്. അപ്പോൾ ഇഷ്ടം പോലെ ഈ ഗിഫ്റ്റ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകണം കേട്ടോ. പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, കാണാൻ കൊള്ളാവുന്നുണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒത്തിരി കാണാൻ കൊള്ളാവുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുണ്ടോ, കേക്കിൻ്റെ രൂപത്തിലുള്ള ഈ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ട് സാധനം. ഇതിലൊരെണ്ണം നമുക്ക് ഓൾറെഡി ഉണ്ട് കേട്ടോ. ഈ കൊറിയൻ അപ്പൂപ്പൻ ഇങ്ങനെ കൊട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അത് പണ്ട് ഞങ്ങൾ ചെന്നൈയിൽ ഒരിക്കൽ പോയപ്പോൾ ഇതേപോലെ ഒരെണ്ണം കിട്ടിയിട്ട് അങ്ങനെ ചേട്ടായിക്ക് ഓൾറെഡി ഇതൊരെണ്ണം ഉണ്ട്, ഈ ഇരിക്കുന്ന ചുമപ്പ്. എത്തിയ പല പല കളർ വരും കേട്ടോ. നീല ചേട്ടാ പറ, നീ പറ എന്ത് പറയേ? ഓ ഈ സ്പീക്കിംഗ് ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഞാൻ നേരത്തെ കുറേ വീഡിയോ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി നമ്മൾ സംസാരിച്ചത് കേൾക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. കുറേ നേരം അമ്മയുടെ കൂടെ ഇരുന്ന് അതൊക്കെ സംസാരിച്ചു. അങ്ങനെ നമ്മൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ബാഗുകളൊക്കെ ഞാനൊന്ന് വില നോക്കിയതാണ് കേട്ടോ. അപ്പോൾ 2000 റേഞ്ച്, പിന്നെ അതിൽ താഴ്ന്നുള്ളതും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ലൊരു ഷോപ്പാണ് കേട്ടോ ആക്ച്വലി. നമുക്ക് അതേപോലെ തന്നെ ഞാൻ പിന്നെ ഒരു ചേട്ടായി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. എല്ലാവരും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നുകൊണ്ടിരിക്കുക. അമ്മ തന്നു, ചേട്ടായി തന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് അഴകിയ മണ്ഡപത്തെ എക്സിറ്റ് കഫേ കയറി കേട്ടോ. അപ്പോൾ അമ്മയും മോനും ഇരിക്കുന്നുണ്ട്, ക്യൂട്ടായിട്ട് രണ്ടെണ്ണം. അപ്പോൾ നമ്മൾ പഴം നിറച്ചത് ആക്ച്വലി നമുക്ക് പൂജയുടെ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്, നോൺ വെജ് ഒന്നും കഴിക്കേണ്ടെന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു കുനാഫ, പിന്നെ പഴം നിറച്ചതൊക്കെ കൊള്ളാമോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരെണ്ണം മേടിച്ചു. അപ്പോൾ കൊള്ളാമെന്ന് തോന്നിയിട്ട് പിന്നെ നമ്മൾ ഒന്നുകൂടെ ഓർഡർ ചെയ്ത് കേട്ടോ. പിന്നെ കോൾഡ് കോഫിയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ചേട്ടായി ഹോട്ട് കോഫി, ഞാനും അമ്മയും കോൾഡ് കോഫി ആയിരുന്നു. അങ്ങനെ ഇത്രയൊക്കെ കറങ്ങി തിരിച്ച് വന്നിട്ട് ചേട്ടായി വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് വെളിയിൽ വെയിറ്റ് ചെയ്യുക. അമ്മ ഞാനാണെങ്കിൽ അകത്തൊരിടത്ത് ഇരുത്തിയിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒട്ടും വയ്യാതായി കേട്ടോ. അപ്പോഴത്തേക്ക് അതുകൊണ്ട് അമ്മ പിന്നെ ചേട്ടായുടെ കൂടെ അങ്ങ് തിരിച്ചുപോയി. ഞാൻ മാത്രം എല്ലാ സാധനങ്ങളും മേടിച്ചു. ഇതിപ്പോൾ നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു. അടുത്തത് ഈ നമ്മുടെ പൂജയ്ക്കുള്ള സാധനങ്ങൾ, ദൈവത്തിൻ്റെ ഡ്രസ്സ്, ചന്ദനത്തിരി, അങ്ങനെ കുറേ നമുക്ക് അറിയാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടുന്ന് മേടിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ അടുത്തടുത്ത് തന്നെ കിട്ടിയത്. തക്കലയിൽ ചന്തക്കകത്തോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ തക്കല ചന്ത എന്ന് പറയാൻ ഇച്ചിരി കൂടെ അകത്തോട്ട് പോകുമ്പോൾ മീൻ അങ്ങനെ ഓരോന്നും, പിന്നെ നാരങ്ങ, ലിസ്റ്റ് പടി എല്ലാ സംഭവങ്ങളും. അപ്പോൾ ഞാനും ആദ്യമായിട്ട് മേടിക്കുന്നതുകൊണ്ട് എനിക്കങ്ങ് ഡൗട്ടുകൾ, എത്രണ്ണം മേടിക്കണം, ഏത് മേടിക്കണം എന്നൊക്കെ ഒരു ഡൗട്ട് വരും. പിന്നെ എന്തുപോലും എനിക്ക് പഴം വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അമ്മൂമ്മ അത് മട്ടിപ്പഴം മാത്രമാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പം മട്ടിപ്പഴം മേടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴ കേട്ടോ. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. പിന്നെ ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് കയറി നിന്ന് കുറേ നേരം മഴയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ വണ്ടി കൊണ്ട് ചേട്ടായി പോയതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോ വിളിച്ചാണ് ഇതിനെ തിരിച്ചു പോയത്. അപ്പോൾ അമ്മൂമ്മ ഒത്തിരി ലേറ്റായി. അമ്മൂമ്മ എനിക്ക് കൊണ്ടുപോകാനുള്ള പഴമൊക്കെ ചെയ്യണം. അപ്പം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് കിട്ടിയ ഗിഫ്റ്റുകൾ കേട്ടോ. അപ്പോൾ കേക്കിന് വരെ നമ്മൾ ഐസ്ക്രീം എന്ന് മുട്ടായി ആണ് കേട്ടോ മേടിച്ചത്. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ മേടിച്ച 3 പാൻസ് എന്ന് പറഞ്ഞാൽ പലോസോ പാൻസ്. ഇത് വെളിയിലും ഇടാൻ പറ്റും, വീട്ടിലിടാൻ പറ്റും. അങ്ങനത്തെ ഒരു നല്ല ലൂസായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ പിങ്സിന്ന് മേടിച്ച സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ക്യാക്ടസ് ഉണ്ടല്ലോ, ഡാൻസിങ് ക്യാക്ടസ്, സ്പീക്കിംഗ് ക്യാക്ടസ്, എന്ത് വേണമെങ്കിലും പറയും. ഇത് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നത്.
ഈ കപ്പല്ല കേട്ടോ മുമ്പ് കാണിച്ച പേഴ്സ്. ഇത് രണ്ട് ഞാൻ മേടിച്ച കപ്പ്. അത് കഴിഞ്ഞ് ഞാൻ മേടിച്ച 3 ബണ്ണ്. പിന്നെ മേടിച്ചത് ഇതാണ്ട് ഈ ക്യൂട്ട് കീ ചെയിനാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടല്ലേ, പൂക്കി ആയിട്ടുള്ളൊരു പൂക്കി പൂക്കി എന്നാ പറയുക, പൂക്കി ആയിട്ടുള്ളൊരു ബെയർ. പിന്നെ കമ്മലുകളാണ് കേട്ടോ, നല്ല നൈസ് കമ്മലാണ് കേട്ടോ. കണ്ട ഒരു നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ച കമ്മലുകൾ. എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എനിക്ക് കമ്മൽ ഭയങ്കര ക്രേസാണ് കേട്ടോ. ചേട്ടായിയേ, कौन हो? तुम्हारा नाम क्या है? उन्होंने पेर என்ன? எல்லா லாங்குவேஜும் தெரியுமா? ஷைமேன். അപ്പോൾ കമ്മലൊക്കെ ഞാൻ ഒന്നുകൂടെ നൈസായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ കമ്മൽ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കമ്മൽ ഭ്രാന്താണെന്ന് പണ്ടേ എല്ലാവരും പറയും. എനിക്ക് കമ്മൽ എത്ര കിട്ടിയാലും ഇങ്ങനെ കമ്മലിൻ്റെ കട കണ്ടാൽ ഞാൻ അങ്ങനെ നിന്ന് പോകും. വേറെ ചിലർക്ക് മോതിരം ഭയങ്കര ക്രേസ് അല്ലേ, മോതിരം, ചിലർക്ക് വള, അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന്. എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ടെഡി ബെയറിനെ എന്താ പറയുക, പാണ്ട, നല്ല സുന്ദരി കുട്ടിയായിട്ടുള്ള പാണ്ടയെ എടുത്ത് എൻ്റെ ബാഗിലൊക്കെ ഇട്ടു. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടോ. അപ്പോൾ സൺഡേ മോർണിംഗ് ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. മൈ ബർത്ത്ഡേ എത്രാമത്തെ ബർത്ത്ഡേ എന്ന് പറയത്തില്ല കേട്ടോ. ഇന്നത്തെ ദിവസം വയസ്സ് പറഞ്ഞുവിടുന്നതാണല്ലോ. അപ്പോൾ രാവിലെ നല്ല ചൂട് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ലക്കിക്ക് ഒരു സിപ്പപ്പൊക്കെ കൊടുത്തോട്ടോ. വന്ന് കാര്യമായിട്ട് ഇരുന്ന് തിന്നിയാണ്. സിപ്പപ്പെന്ന് കേട്ടാൽ അവൻ പിന്നെ ഏത് കാട്ടിലാണെന്നല്ലേ വന്നിരുന്ന് ഇതേപോലെ ഡീസൻ്റ് കുട്ടിയായിട്ട് തരുന്നോളും. ഭയങ്കര ഇഷ്ടമാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുളി നടക്കുകയാണ്. പുള്ളിക്കാരൻ എന്നെ തുടച്ച് തൂത്ത് മിനിക്ക് ഇങ്ങനെ ഇരിക്കും. തന്നെ എനിക്ക് ഇങ്ങനത്തെ ആക്ഷൻ കാണിക്കുന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്നത്, കുഞ്ഞി കൈയും കുഞ്ഞി കാലും, ഭയങ്കര ക്യൂട്ടപ്പനാണ് എൻ്റെ ലക്കി ഗരു. ഭയങ്കര രസമാണ് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ കമ്മലൊക്കെ ഇട്ടു. അപ്പോൾ നമ്മളിന്ന് രാവിലെ ആണെങ്കിൽ അമ്പലത്തിൽ പോകാൻ കേട്ടോ, ബർത്ത്ഡേ അല്ലേ. അപ്പോൾ നമ്മൾ മണ്ടക്കാട്ട് നടയിലും ഒക്കെ പോകാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ഞാൻ ചേട്ടായി കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മയും വിളിച്ചിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കേട്ടോ വയ്യ കേട്ടോ രാവിലെ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ പോകും. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ഭയങ്കര മഴയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂജ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും മഴയിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു വേവലാതിയായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എങ്ങനെ പൂജ നടക്കാം? കാരണം അവിടെ ആണെങ്കിൽ ഓപ്പണിൽ അവർ അടുപ്പൊക്കെ കത്തിച്ച് എല്ലാം നമ്മുടെ നേർച്ചയ്ക്ക് പറഞ്ഞ പായസവും തിരളിയൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളൊരു ടെൻഷനുണ്ട്. എന്നാലും സമയമാകുമ്പോൾ മഴ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ നമ്മൾ മണ്ടക്കാട്ട് നടയിലൊക്കെ എത്തി, നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഒരു സംതൃപ്തിയാണ് കേട്ടോ അമ്പലത്തിലൊക്കെ ബർത്ത്ഡേ ആയിട്ടൊന്ന് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അങ്ങനെ വന്ന് തൊഴുതിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉടുപ്പിയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാണ്. പാവം കുഞ്ഞിനെ പോലെ ഇരിക്കുന്നുണ്ടോ, വിളഞ്ഞ വിത്താണ് ആക്ച്വലി. പാവം ആൾക്കാരെ തെറ്റിദ്ധരിക്കും, വെറുതെയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ മസാല ദോശ, ഞാൻ ഗീ റോസ്റ്റ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി വടയെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അകത്ത് വേവാൻ വേണ്ടി. പിന്നെ കുത്തുക, ഇങ്ങനെ എടുക്കുക, മുക്കുക, തിന്നുക. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ചേട്ടായി മസാല ദോശ, ഞാൻ ഗീ റോസ്റ്റാണ് പറഞ്ഞത്. എനിക്ക് മസാല ദോശ ഇഷ്ടമല്ല കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമായിരിക്കും. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. മസാല ദോശയിൽ ഓവർ മസാല ഫീലാണ് എനിക്ക് വരാറ്. ദോശയുടെ ഫീലങ്ങ് പോവും. അപ്പോൾ പിന്നെ ചേച്ചിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ മസാല ദോശയ്ക്ക് മേടിച്ചു. അടുത്ത് നമ്മൾ കുമാരൻകോവിലും മേലാങ്കോട്ട് അമ്പലത്തിലാണ് പോകേണ്ടത്. നമുക്ക് ചരടൊക്കെ പൂജിക്കാനുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ മേലാങ്കോട്ട് അമ്പലത്തിലെത്തി. ഇവിടെ തന്നെ 3 അമ്പലമുണ്ട്. മേലാങ്കോട്ട് അമ്മയുടെ ചേച്ചിയുടെ അമ്പലം, അനിയത്തിയുടെ അമ്പലം, പിന്നെ നമുക്ക് ശിവൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചരടൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ ഇന്ന് എനിക്ക് ചരട് കെട്ടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം വേണം നമ്മൾ മേലാങ്കോട്ട് അമ്പലത്തിൽ പോകാൻ. അങ്ങനെ നമ്മൾ ചരടൊക്കെ കെട്ടിയതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ വൈകിട്ട് ആവാറായി. നമ്മളിനി പൂജയ്ക്ക് പോകാൻ പോവാണ്. ചേച്ചിയും ചേട്ടനും ഒക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആൻഡ് അപ്പു മേളിൽ കയറി വന്നതാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 2 മണിയാകുമ്പോഴാണ് പോറ്റി വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് 2 മണിക്ക് നടന്നില്ല. അപ്പോൾ ഒരു 3 മണിയായപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി മഴയൊക്കെ അങ്ങ് തീർന്നു. അതുകൊണ്ട് നല്ലതായി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ഇറങ്ങിയാൽ മതി. കാരണം പൂജ തുടങ്ങാൻ 6 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോരോ ഇങ്ങനെ വമ്പൻ ചർച്ചകളും കയറും. അപ്പോൾ ഞാൻ വീണ്ടും ഡ്രസ്സ് മാറി. എല്ലാവർക്കും ആ ഡ്രസ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഞാൻ ഡ്രസ്സ് മാറി. അങ്ങനെ അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ്. ഇപ്പം എല്ലാവരും റെഡിയായിട്ട് പോകാൻ പോവുകയാണ്. അങ്ങനെ പുതിയ കാറിൽ അമ്മ കണ്ടിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അമ്മയെ കയറ്റാൻ പോവുകയാണ്. അമ്മയും ചേച്ചിയൊക്കെ അതിൽ പോവുകയാണ്. ഇത് ചേട്ടായുടെ അച്ഛൻ്റെ കുടുംബ വീടാണ് കേട്ടോ. അപ്പോൾ അവിടത്തെയാണ് ഈ കാവ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പൂജ നടത്താൻ പോകുന്നത്. അപ്പോൾ ചേച്ചിയും ചേട്ടായിയും രണ്ടുപേരും ചേർന്നാണ് ഇത് നടത്താൻ പോകുന്നത്. അമ്മ വന്നിട്ടുണ്ട്. നമുക്ക് ആ ടാറ്റിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ തെക്കത്തിൽ. അപ്പോൾ ഓൾറെഡി പോറ്റിയും മോനും ഒക്കെ വന്നിട്ടുണ്ട്. അവർ റെഡിയായിക്കൊണ്ടിരിക്കുക. ഏതോ ഭാഗ്യത്തിന് എന്തായാലും മഴയൊന്നും ഇല്ലായിരുന്നു. ഇത് അനന്ത ചേച്ചി കേട്ടോ. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഓടിക്കൊണ്ടേയിരിക്കും പുള്ളിക്കാരത്തി. ഞാൻ ഷൂട്ട് ചെയ്ത് പേടിച്ചിട്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഭാഗ്യത്തിന് മഴയില്ലാത്തതുകൊണ്ട് നന്നായി എല്ലാം അവർക്ക് കുക്ക് ചെയ്യാനും പറ്റി, ദൈവത്തിനെ ഒരുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും നേരത്തെ ഇതേപോലെ പൂജ ഓരോരുത്തരും വെക്കുമ്പോഴെല്ലാം ഞങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ടായതുകൊണ്ട് രസമായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ബീന ചേച്ചിയുടെ വീട്. അപ്പോൾ ഇവിടെയാണ്, ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ ഇവരാണ് എല്ലാം മാനേജൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പൂജയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് കുറച്ച് മഴ വീണ്ടും ചാറി കേട്ടോ. എന്നാലും എല്ലാം നന്നായിട്ട് നടന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അപ്പോൾ പൂജ ചെയ്ത സാധനങ്ങളെല്ലാം അകത്ത് ഓരോരുത്തരോരുത്തർ കൊണ്ടുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴ നനഞ്ഞുകൊണ്ട് രാസനാന്തി പൊടിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അത് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കുമായിരുന്നു കേട്ടോ. നമ്മളൊന്നും കളയത്തില്ലല്ലോ, നമ്മൾ ഒരു ഫുട്ടേജും കളയുമില്ല. അപ്പോൾ നമ്മളെല്ലാം വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ അവിടെ തന്നെ ഇഡ്ഡലി, സാമ്പാർ, വട, ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. എന്തുവല്ല നല്ലൊരു പൂജ എന്തുവല്ല നന്നായി സക്സസ്ഫുള്ളി നടന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മഴയാവുമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ രാവിലെ പറയുമ്പോഴെല്ലാം എൻ്റെ അടുത്ത് ബീന ചേച്ചി പറയാം, നീ പേടിക്കാതെ പൂജയാകുമ്പോൾ എല്ലാം തീരും, ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇവരെല്ലാം ബെറ്റാലിയനായിട്ട് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പോൾ കണ്ടോണേ അന്നത്തെ ചേച്ചി കയറി ഓടും. പുള്ളിക്കാരത്തിയുടെ മോൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നെ സൂക്ഷിച്ചോളാൻ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇറങ്ങി ഓടും കേട്ടോ. എന്നെ കണ്ട ഉടനെ തിരിഞ്ഞ് നിൽക്കും. ഭയങ്കര കോമഡിയാണ്. ഞാൻ വീഡിയോ കൊണ്ടുവരും തോറും തല തിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളും കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. വിശന്നൊക്കെ ഇരുന്ന് അടിപൊളി ഇഡ്ഡലി, വട, ചമ്മന്തി ഒക്കെ കഴിച്ചു. പിന്നെ ഇവൻ കണ്ടോ, ഇവൻ ആരാന്നറിയോ? ഇത് മഞ്ജു ചേച്ചിയുടെ മോനാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ കിച്ചു എന്നാണ് പേര് അവൻ്റെ ഒറിജിനൽ പേരല്ല, അവൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് കിച്ചു എന്നാണ്. അപ്പോൾ ഇതെല്ലാം അമ്മയുടെ അല്ല അച്ഛൻ്റെ ഫാമിലിയാണിത്. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഒരു റെയർ കാഴ്ച. ഇവർ 3 പേരോട് ഒന്നിച്ച് കിടക്കുന്നത്. ചേച്ചിമാരും ചേട്ടായും. രേഖ ചേച്ചിയാണ് മൂത്തത്, പിന്നെ ലീല ചേച്ചി, പിന്നെ ചേട്ടായി. അപ്പോൾ ഒരു അപൂർവമായ കാഴ്ചയായിട്ട് ഞാനതങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു.